മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മുഖ്യമന്ത്രിയുടെ മറുപടി തൃപ്തികരമാണോ? ADGP മാറ്റുന്ന രീതിയിൽ തന്നെയാണല്ലോ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ മാറ്റുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് ADGPയെ മാറ്റിയിട്ട് കാര്യമില്ല. കേരളത്തിലെ പോലീസിൽ വേറെ ADGPക്ക് സമാനമായ അയാളുടെ നോമിനി അയാൾ വെച്ച് മാറും. ഞാൻ പറഞ്ഞില്ലേ, ശശിയെ മാറ്റിയിട്ട് പോലും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ശിവശങ്കരനെ മാറ്റിയിട്ടല്ലേ ശശിയെ കൊണ്ടുവന്നത്. ശിവശങ്കരന് ഏറ്റവും ഡാമേജ്ഡ് ആയിട്ടുള്ള ആളായിട്ട് അദ്ദേഹം പുറത്ത് പോയി ജയിലിൽ കയറുന്നു ഇറങ്ങുന്നു. ആ പണിയാണ്. നാളെ ശശിയെ മാറ്റും, നാളെ ADGPയെ മാറ്റും. മാറ്റേണ്ടത് മുഖ്യമന്ത്രിയാണ്, മാറേണ്ടത് മുഖ്യമന്ത്രിയാണ്. ADGP മുഖ്യമന്ത്രിയുടെ താല്പര്യം അന്വേഷിക്കാൻ വേണ്ടി പോയെന്നുള്ളതാണ്. ADGPയുടെ കുറ്റമല്ല. ഞാൻ പറയുന്നത് കുറ്റാരുതെന്നുള്ളതല്ല. ഒരു ഉദ്യോഗസ്ഥൻ കുറ്റം മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രി പറഞ്ഞാലും അയാൾ ഉത്തരവാദിത്തം ചെയ്യാൻ പാടുള്ളൂ. ഈ രാജ്യത്തെ പിന്നാമ്പുറത്ത് പോയിട്ട് രാജ്യത്ത് വിരുദ്ധമായ ശക്തികളുമായിട്ട് ചേർന്നിട്ട് ഗൂഢാലോചനകൾ നടത്തുന്നു എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞാലും മുഖ്യമന്ത്രി പറയുന്ന എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും കേൾക്കുന്നില്ലല്ലോ. കേൾക്കാത്ത മാന്യന്മാരും കേരളത്തിലുണ്ടല്ലോ. DGPയെ എന്തേ മുഖ്യമന്ത്രി സ്വാധീനിക്കാത്തത്? DGPയെ തൻ്റെ പരിധിയിൽ കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് ADGPയുടെ കുറ്റം തന്നെയാണ്. പക്ഷേ ADGPയെ മാറ്റിയാൽ അതിനേക്കാൾ വലിയ ക്രിമിനലിനെ കൊണ്ടുവന്ന് ആ പൊസിഷനിൽ ഇരുത്തും. ശശിയെ മാറ്റിയാൽ അതിനേക്കാൾ വലിയ ഒരു കൊള്ളരുതാത്തവനെ കൊണ്ടുവന്ന് ആ പൊസിഷനിൽ നിർത്തും. പിന്നെന്താ കാര്യമുള്ളത്? ഈ മുഖ്യമന്ത്രി പറയുന്നത് ഇപ്പം ADGPയുടെ അന്വേഷണം നടത്താൻ പോകുന്നത് താഴെക്കിടയിൽ ഉദ്യോഗസ്ഥനല്ല, സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ് അന്വേഷണം നടത്താൻ പോകുന്നത്. അപ്പോൾ അത് നിഷ്പക്ഷമായിരിക്കും, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ആരന്വേഷണം നടത്തിയിട്ടും ADGPയെ മാറ്റിയാൽ അടുത്ത ADGPയെ നിശ്ചയിക്കേണ്ടത് ആഭ്യന്തരമന്ത്രി, നമ്മളുടെ മുഖ്യമന്ത്രിയല്ലേ. ഈ മുഖ്യമന്ത്രിയാണ് പ്രതി. മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അല്ല, ADGP അല്ല, അല്ലെങ്കിൽ SP അല്ല. ഇവരൊക്കെ മാറ്റിയിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. ഈ മുഖ്യമന്ത്രി അവിടെ ഇരുന്നിട്ട് കളിക്കുന്ന ഒരു നാടകത്തിലും അർത്ഥമില്ല. മുഖ്യമന്ത്രി മാറാത്ത ഒരു പരിഹാരവും ഇല്ല. അദ്ദേഹത്തെ മാറിയിട്ടില്ലെങ്കിൽ CPM ആണ് ഇത് അനുഭവിക്കാൻ പോണത്. CPM മുഴുവൻ തകർന്ന് കേരളത്തിൽ ഇല്ലാതാവണം, CPM ഈ രാജ്യത്ത് ഇല്ലാതാവണമെന്ന് സ്വപ്നം കാണുന്നവരൊന്നുമല്ല ഞങ്ങൾ. CPMൻ്റെ പൊസിഷനുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാവുന്ന പൊസിഷനുണ്ട്. ആ പൊസിഷൻ എടുക്കാൻ അവർ തയ്യാറാവണം. ഈ PV അൻവർ ഞായറാഴ്ച ഒരു വലിയ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. ഞാൻ PV അൻവറിനെ അനുമോദിക്കുകയും ചെയ്തല്ലോ. PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തെ എങ്ങനെയാണ്? അല്ല, PV അൻവറിനെ അനുമോദിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൊള്ളാവുന്ന കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹത്തെ അനുമോദിക്കും. അദ്ദേഹം കൊള്ളാത്ത കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തെ വിമർശിക്കും. ഞങ്ങളുടെയൊക്കെ രീതി അതാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ CH വിമർശിച്ചിട്ടില്ലേ? അതേ കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഞങ്ങളൊക്കെ പ്രസംഗിക്കണില്ലേ? ജനാധിപത്യത്തിൽ അതൊക്കെ നല്ലതാണ്. സക്രിയമായിട്ടുണ്ടാവുന്ന ഡിബേറ്റുകൾ നടക്കട്ടെ. അൻവറിൻ്റെ കാര്യം പറയട്ടെ, ഞങ്ങളുടെ കാര്യം പറയട്ടെ. അല്ലാത്ത രീതിയിലേക്ക് ഈ വിഷയം കൊണ്ടുപോകുന്നതല്ലേ ഞങ്ങൾക്ക് പരാതിയുള്ളൂ. ഈ അൻവർ പാർട്ടിക്ക് രൂപീകരിക്കുന്നത് പശ്ചാത്തലത്തിലെ പാർട്ടിക്ക് സ്പേസ് ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും മലപ്പുറത്താണ് എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി തീരില്ല. മലപ്പുറം മഞ്ചേരിയാണ്. അല്ല, മുസ്ലിം ലീഗിന് അതിലൊരു വലിയ വെല്ലുവിളിയുണ്ട്. മുസ്ലിം ലീഗിന് അത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പ്രശ്നമാണ് എന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്ന പോലുമില്ല. പിന്നെ അൻവറിൻ്റെ രാഷ്ട്രീയ പ്രസക്തി അൻവർ തന്നെ പ്രൂവ് ചെയ്യേണ്ടതാണ്. അൻവർ പറയുന്ന കാര്യങ്ങളിലൊക്കെ വസ്തുതയുണ്ട്. അതിനെ അൻവർ ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അൻവറിന് തീരുമാനിക്കാം, സ്വതന്ത്രമായി തീരുമാനിക്കാം. അത് അദ്ദേഹം പാർട്ടി രൂപീകരിച്ചിട്ടാണെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ വെറുതെ ടെൻഷൻ ഒരു പാർട്ടി, ഇന്ത്യ രാജ്യത്ത് ഒരു പാർട്ടിയോടെ വരുന്നതിൽ ആർക്കാ ബേജാറുള്ളത്? വരട്ടെ.